തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തിരുത്തി നൽകിയ മേൽവിലാസത്തിലും പിഴവുണ്ടായി. ഇന്നലെ സ്പീഡ് പോസ്റ്റായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിലാണ് വീണ്ടും മേൽവിലാസത്തിൽ ഒരു തെറ്റ് സംഭവിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതുകൊണ്ട് വൈഷ്ണയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, തിരുത്തി അയച്ചതിനകത്തും തെറ്റ് വന്നു എന്ന് പറയുമ്പോൾ എന്താ പറയുക? അതാണ് ആകെ പുലിവാല് പിടിച്ചിരിക്കുന്നു ഈ മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി KSUവിന്റെ നേതാവായ വൈഷ്ണ സുരേഷ്. ആദ്യം നൽകിയ സത്യവാങ്മൂലത്തിൽ നൽകിയ, അതായത് വോട്ട് ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ സത്യവാങ്മൂലത്തിൽ അഡ്രസ്സ് ആ മേൽവിലാസത്തിൽ പിഴവുണ്ടായതായി നഗരസഭാ അധികൃതരും അതുപോലെ തെരഞ്ഞെടുപ്പ് ജീവനക്കാരും കണ്ടെത്തി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ശരിയുണ്ടെന്ന് ബോധ്യപ്പെട്ട് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ കോർപ്പറേഷൻ മത്സരിക്കാൻ സാധിക്കുള്ളൂ. അത് കോർപ്പറേഷൻ പരിധിയിൽ എവിടെയെങ്കിലും പേരുണ്ടെങ്കിൽ മാത്രമേ ഏതെങ്കിലും വാർഡുകളിൽ നിന്ന് ജനവിധി തേടാനാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം അത് അയോഗ്യയാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്നാണ് വൈഷ്ണ സുരേഷ്, അതായത് 15-ാം തീയതിയാണ് സ്പീഡ് പോസ്റ്റ് മുഖേന വൈഷ്ണ സുരേഷ് നഗരസഭാ ജീവനക്കാർക്ക് വീണ്ടും ഒരു സത്യവാങ്മൂലം നൽകിയത്. അതിൽ വ്യക്തമാക്കുന്നത് ഈ ആദ്യം നൽകിയത്, അതായത് TC 18/564 എന്ന കെട്ടിട നമ്പർ രേഖപ്പെടുത്തിയത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നാണ് അതിൽ ആ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ തിരുത്തി നൽകിയ മേൽവിലാസത്തിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബന്ധുവായ സന്ദീപ് എന്ന വ്യക്തിയുടെ TC 18/2365 അതിന്റെ പഴയ TC നമ്പർ TC 3/564 എന്നാണ്. ആ നമ്പറുള്ള കെട്ടിടത്തിലാണ് താമസമെന്നാണ് പുതിയ സത്യവാങ്മൂലം. ഈ K-സ്മാർട്ട് വഴി ഈ വിവരങ്ങൾ പരിശോധിക്കാം. അതായത് K-സ്മാർട്ടിൽ നമ്മൾ പുതിയ TC നമ്പർ, കെട്ടിടത്തിന്റെ TC നമ്പർ നൽകുമ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കായി തന്നെ പഴയ TC നമ്പർ കൂടി ആഡാകുന്ന തരത്തിലാണ് ആ സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് K-സ്മാർട്ടിൽ പരിശോധിക്കുമ്പോൾ ഈ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റിൽ വരുന്നത് TC 18/2365 എന്ന നമ്പറിലെ കെട്ടിടത്തിന്റെ പഴയ നമ്പർ TC 3/566 ആണ്. അതായത് ഇതിൽ വൈഷ്ണ സുരേഷ് നൽകിയിരിക്കുന്നത് TC 3/564 എന്നാണ്. പക്ഷേ പഴയ നമ്പർ യഥാർത്ഥത്തിൽ TC 3/566 എന്നാണ് ഈ പുതുക്കിയ മേൽവിലാസത്തിലും അല്ലെങ്കിൽ ആ സത്യവാങ്മൂലത്തിലും നൽകിയിരിക്കുന്നത്. 13-നായിരുന്നു വൈഷ്ണ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകേണ്ടിയിരുന്നത്. 14-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ സമയക്രമം. പക്ഷേ ഇതിനുള്ളിൽ ഈ രേഖകൾ ഹാജരാക്കാൻ സാധിച്ചില്ല. 15-ാം തീയതി സ്പീഡ് പോസ്റ്റ് മുഖേന ഹാജരാക്കിയ രേഖയിലാകട്ടെ തെറ്റ് കടന്നുകൂടുകയും ചെയ്തു. എന്താണെങ്കിലും വൈഷ്ണ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം എന്താണെങ്കിലും പോകുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിന് മുട്ടടയിൽ വേറെ സ്ഥാനാർത്ഥിയെ തേടേണ്ടി വരും എന്നുള്ളതാണ് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് അതിനുള്ള ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.